അഭി അനുവിന്റെ റൂമിലേക്ക് വന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബെഡിലേക്ക് വീണു. അവരുടെയൊക്കെ മുന്നിൽ വെച്ച് അച്ചൂട്ടനെ അങ്ങനെയൊക്കെ പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് അവൾക്കറിയാം. പക്ഷേ ഒരിക്കലും അച്ചൂട്ടന്റെ ഭാര്യയായി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ തുടർന്നു പോകാൻ തനിക്കാവില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ട്. അച്ചൂട്ടനിൽ നിന്ന് എത്രയോ ദൂരത്താണ് താനെന്ന് അവൾ മനസ്സിലാക്കുന്നു. പണത്തിന്റെ കാര്യത്തിലായാലും കുടുംബ പാരമ്പര്യത്തിന്റെ കാര്യത്തിലായാലും എന്തിനായാലും അച്ചൂട്ടനിൽ നിന്ന് എത്രയോ താഴ്ന്നു നിൽക്കുന്നവളാണ് താൻ. അച്ഛൻ എന്ന സ്ഥാനത്ത് പോലും ചൂണ്ടിക്കാണിക്കാൻ ഒരാളില്ലാത്ത പെണ്ണ് ഇന്ന് തന്നോട് തോന്നുന്ന പ്രണയം കുറച്ചു കാലം കഴിഞ്ഞാൽ ബാധ്യതയായി തോന്നുമെന്ന് അവൾ ഉറപ്പിക്കുന്നു. കൺമുന്നിൽ ഒരുപാട് ജീവിതങ്ങൾ കണ്ടു വളർന്നവർക്ക് അങ്ങനെ ചിന്തിക്കാനേ കഴിയുകയുള്ളൂ. പൊട്ടിക്കരച്ചിൽ നിന്ന് ഏങ്ങലടിയിലേക്ക് മാറിയിരുന്നു പെണ്ണ്. മനസ്സിൽ ഹർഷന്റെ ഭാര്യയായി ജീവിക്കാൻ അഭിക്ക് ആഗ്രഹമുണ്ടെങ്കിലും അവൾക്ക് തന്റെ ആഗ്രഹം പൂഴ്ത്തിവെക്കുവാനേ കഴിയുന്നുള്ളൂ. തന്നെയും കാത്ത് ഒരമ്മ നിൽപ്പുണ്ടെന്ന് അവൾക്ക് നല്ല ബോധ്യമുണ്ട്. തനിക്കായി ജീവിച്ചവൾ. ആ അമ്മയുടെ സ്വപ്നമായിരുന്നു തനിക്കൊരു ജോലി, ഒരു സ്ഥിര വരുമാനം. തന്നെപ്പോലെ തന്റെ മകളും അടുക്കള ജോലിക്കാരി ആകരുതെന്ന് അമ്മ എപ്പോഴും പറയുമായിരുന്നു എന്ന് അഭി ഓർക്കുന്നു. ഇന്ന് അച്ചൂട്ടനോട് തന്റെ മനസ്സിലുള്ള പ്രണയം തുറന്നു പറഞ്ഞാൽ ചിലപ്പോൾ തന്റെ അമ്മയുടെ ആഗ്രഹം സാധിക്കില്ല. എപ്പോഴെങ്കിലും താൻ തനിച്ചായാൽ ഒരു ആശ്രയത്തിന് പോലും ആരുമുണ്ടാകില്ല. സ്വന്തം നിലനിൽപ്പ്, അതാണിപ്പോൾ പ്രധാനം. അതിനുശേഷം പ്രണയത്തെക്കുറിച്ച് ചിന്തിക്കാം. ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് നിറഞ്ഞു തൂവിയ കൺതടങ്ങൾ അവൾ അമർത്തി തുടച്ചു. ഒപ്പം ചില തീരുമാനങ്ങളും എടുത്തു. മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് അവൾക്ക് വ്യക്തമായ ഒരു ധാരണ വരുത്തി. സ്വയം പ്രാപ്തമാകുക, അതിനുശേഷം മറ്റെന്തും ചിന്തിക്കാമെന്ന് അവൾ മനസ്സിനെ പറഞ്ഞു ധരിപ്പിച്ചു. ഇന്ന് മനസ്സ് കുറച്ച് വേദനിച്ചാലും നാളെ അത് സന്തോഷത്തിന് വഴിയൊരുക്കുമെന്ന് അവൾ ചിന്തിക്കുന്നു. അല്ലെങ്കിലും താനും അമ്മയെപ്പോലെ ഏതെങ്കിലും വീടിന്റെ അടുക്കളയിൽ ഒതുങ്ങി നിൽക്കേണ്ടി വരുമെന്ന്. പെട്ടെന്നാണ് പുറത്തുനിന്ന് കാർ പോകുന്ന ശബ്ദം അഭി കേൾക്കുന്നത്. ചിന്തകളെ അവിടെ വെച്ച് മൂടിക്കൊണ്ട് അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ജനലിന്റെ അരികിലേക്ക് വന്ന് നോക്കുമ്പോൾ കണ്ടു വന്നവരൊക്കെ തിരിച്ചു പോകുന്നത്. നിസ്സഹായതയോടെ അവൾക്ക് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. എത്ര സന്തോഷത്തോടെയാണ് എല്ലാവരും വന്നത്. എല്ലാം പ്ലാനിങ് ആണെന്ന് അഭി ഇപ്പോൾ മനസ്സിലാക്കുന്നു. എല്ലാവരും കൂടി തനിക്ക് വേണ്ടി ഒരുക്കി വെച്ച സർപ്രൈസ്. എന്തിലുപരി അവൾക്ക് ഹർഷന്റെ മുഖമാണ് ഓർമ്മ വരുന്നത്. തനിക്ക് വേണ്ടി എല്ലാം ചെയ്തിട്ടും അച്ചുവേട്ടനെ താൻ വേദനിപ്പിച്ചല്ലോ എന്നോർക്കുമ്പോൾ അവളുടെ നെഞ്ചു നീറുന്നു. ഒപ്പം അവന് തന്റെ മനസ്സിലുള്ള സ്ഥാനവും എന്താണെന്ന് ഇപ്പോൾ അഭിക്ക് വ്യക്തമാകുന്നുണ്ട്. തന്നെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചപ്പോൾ ദേഷ്യം മാത്രമേ ആ വ്യക്തിയോട് തോന്നിയിട്ടുള്ളൂ. തന്റെ അമ്മയ്ക്ക് വേണ്ടിയാണല്ലോ എന്നോർക്കുമ്പോൾ മാത്രം എല്ലാം മനസ്സിലിട്ട് നീറി നടക്കും. പക്ഷേ ആ വെറുപ്പിൽ നിന്ന് എങ്ങനെ അദ്ദേഹത്തിനോട് പ്രണയം തോന്നി എന്നതിന് മാത്രം അവൾക്ക് ഉത്തരമില്ല. അല്ലെങ്കിൽ മനസ്സിത്ര നീറാൻ വേണ്ടി താൻ അദ്ദേഹത്തെ അത്രമാത്രം അടിമപ്പെട്ടുവോ എന്നുപോലും അവൾ ചിന്തിക്കാതിരുന്നില്ല ആ നിമിഷം. തന്റെ കൂട്ടുകാർ വീട്ടിൽ നിന്ന് പോകുന്നത് അറിയുന്നുണ്ടെങ്കിലും നിശബ്ദതയോടെ ഹർഷൻ റൂമിൽ തന്നെ ഇരുന്നു. കൂട്ടുകാരുടെ മുന്നിൽ വെച്ച് അഭി തന്നെ ഇത്രമാത്രം അപമാനിക്കുമെന്ന് അവൻ ഒരിക്കൽ പോലും നനച്ചതല്ല. തന്നോട് ഇത്രമാത്രം പെണ്ണിന് വെറുപ്പുണ്ടായിരുന്നുവോ എന്നുപോലും അവൻ ചിന്തിക്കാതിരുന്നില്ല ഈ നിമിഷം. ഒപ്പം അവൻ ഒരു തീരുമാനവും എടുത്തു. ഇനി അഭിനയയുടെ പിറകെ ഞാൻ പോകില്ല. തന്റെ പ്രണയം തന്റെ മനസ്സിൽ തന്നെ മൂടി വെക്കുകയാണ്. ഒരു നോട്ടം കൊണ്ട് പോലും തന്നിലെ പ്രണയം അവൾക്ക് മുന്നിൽ തുറന്നു കാട്ടില്ലെന്ന് അവൻ ശപഥമെടുത്തു. ഒപ്പം അവൻ മനസ്സിലാക്കുന്നുമുണ്ട് താൻ ചെയ്ത പ്രവൃത്തിയുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ അഭിയെ വെറുക്കുവാൻ അവന് തോന്നുന്നില്ല. അഭി എന്നല്ല ഏത് പെണ്ണായാലും തന്നോട് ഇങ്ങനെ മാത്രമേ പറയുമെന്ന് അവൻ കരുതുന്നു. ഒരിക്കൽ തകർന്നവന്റെ മനസ്സ് വീണ്ടും തകരാൻ സമയമെടുത്തില്ല. പഴയ ഹർഷനിലേക്ക് അവന്റെ മനസ്സും സഞ്ചരിക്കാൻ തുടങ്ങിയിരുന്നു. എല്ലാവരോടും ദേഷ്യം മാത്രം തോന്നുന്ന ഹർഷൻ, എന്തിനും പണം മാത്രം ലക്ഷ്യം കാണുന്ന ഒരു ഹർഷൻ, ആരുടെ മുന്നിലും തോൽക്കാത്ത ഒരു ഹർഷൻ. ആ ഒരു മനസ്സോടെ അവൻ മുഖമൊക്കെ അമർത്തി തുടച്ച് റൂമിന്റെ വാതിലും തുറന്ന് നേരെ അനുവിന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു. കല്യാണം കഴിച്ചിട്ടില്ലെന്നോ? അപ്പോൾ അഭി താൻ മനസ്സിൽ കരുതിയത് പോലെയാണ് നടക്കാൻ പോകുന്നതെന്ന സന്തോഷത്തോടെ അതിശയത്തോടെ ഭാമ സാവിത്രിയെ നോക്കി. ആ കുഞ്ഞിനെ നിന്റെ അച്ഛൻ? നിസ്സഹായതയോടെ തന്നെ നോക്കി നിൽക്കുന്ന സാവിത്രിയോട് ഭാമ തന്റെ മനസ്സിലെ സംശയം വീണ്ടും ചോദിച്ചു. ജാനകി, എന്തെങ്കിലും ഒന്ന് പറയേ. ആകാംക്ഷയേറി ഭാമയ്ക്ക്. നെഞ്ചു പൊട്ടുന്നുണ്ടായിരുന്നു. സാവിത്രിയുടെ മൗനം അവളെ വല്ലാതെ ധൃതി പിടിപ്പിക്കുന്നു. ഞാൻ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വിട്ടുകൊടുത്തില്ല. ഭാമയ്ക്ക് ഒറ്റ വാക്കിൽ മറുപടി നൽകിയതും അപ്പോൾ തന്നെ വിതുമ്പിക്കൊണ്ട് സാവിത്രി വാ പൊത്തിയിരുന്നു. അപ്പോൾ അഭിമോള് രാജേട്ടന്റെ സന്തോഷവും സങ്കടവും ആനന്ദക്കണ്ണീരും ഒക്കെ ഭാമയിൽ ഒപ്പരമുളവായി. അതേ അതിശയവും സന്തോഷവും ചന്തുവിലും കേശവനിലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഭാമയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ അറിയാൻ വേഗതയേറി. അഭി രാജേന്ദ്രന്റെ മകളാണോ? കേശവനും ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. തന്റെ കൂട്ടുകാരന്റെ ജീവിതം നശിച്ചിട്ടില്ലെന്ന് ഒരു നിമിഷം അയാൾ ഓർത്തുപോയി. കേശവൻ ചോദിച്ചതിന് സാവിത്രി ഒന്ന് അമർത്തി മൂളി. ഒപ്പം അവളുടെ കരച്ചിൽ ചീളുകളും ഉയർന്നു.
തൻ്റെ മകളുടെ പിതൃത്വം ഈ 21 വർഷവും ആരുടെ മുന്നിലും തുറന്നു കൊടുത്തിട്ടില്ല. അതിനിട വരുത്തിയിട്ടുമില്ല ഇതുവരെ. പക്ഷേ ഇവരുടെ മുന്നിൽ വച്ച് സാവിത്രിക്ക് കള്ളം പറയാൻ തോന്നിയില്ല. അല്ലെങ്കിൽ എന്തു കള്ളം പറയും? മറ്റുള്ളവരോട് പറയാം. എല്ലാം അറിയുന്ന ഭാമയോട് സാവിത്രിക്ക് കള്ളം പറയാൻ കഴിയില്ലല്ലോ. അദ്ദേഹം അറിയരുത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഞാനൊരു പ്രശ്നമാകരുത്. അദ്ദേഹത്തിൻ്റെ കുടുംബം തകരാൻ ഞാനോ എൻ്റെ മകളോ കാരണക്കാരാകരുത്. അപേക്ഷ പോലെ കൈകൂപ്പിക്കൊണ്ട് മൂവരോട് സാവിത്രി പറഞ്ഞതും കേശവന്റെ ചുണ്ടിൽ പുച്ഛച്ചിരിയായിരുന്നു. എന്നെ കളിയാക്കുകയാണോ? കേശവന്റെ ചിരി കണ്ടതും സാവിത്രി വേദനയോടെ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. പിന്നെ കളിയാക്കുകയല്ലാതെ മറ്റെന്താ ഞാൻ ചെയ്യേണ്ടത്? നീ നിന്റെ മകൾക്കു വേണ്ടി ജീവിച്ചെങ്കിൽ അവിടെ ഒരാൾ നിനക്കു വേണ്ടി ജീവിക്കുന്നുണ്ട് ഇപ്പോഴും. ഇന്നലെ വരെ നിന്നെ തേടി നടന്ന ഒരാൾ. അർത്ഥങ്ങൾ മനസ്സിലാകാതെ കേശവൻ പറഞ്ഞതും സാവിത്രി നെറ്റിച്ചുളിച്ചു. രാജേന്ദ്രന് ഒരു കുടുംബമുണ്ടെങ്കിൽ അത് നിന്നോടൊപ്പം മാത്രമായിരിക്കും. ഇന്നും നിനക്കു വേണ്ടി കാത്തു നിൽപ്പാണ് അവൻ, നിന്റെ വരവിനായി പ്രതീക്ഷയോടെ. അങ്ങനെ പ്രതീക്ഷയോടെ നിൽക്കുന്നവന് ഒരു കുടുംബം ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ചിരിക്കാതെ മറ്റെന്ത് ചെയ്യണം? ചോദ്യത്തോടെ കേശവൻ തൻ്റെ മുന്നിൽ കണ്ണുനീരോടെ നിൽക്കുന്നവളെ നോക്കി. അവളുടെ കണ്ണുകളിൽ കണ്ണുനീരിനു പകരം മറ്റെന്തൊക്കെയോ ഭാവങ്ങൾ മിന്നിമറയുന്നത് ഒറ്റ നോട്ടത്തിൽ കേശവന് മനസ്സിലാകുകയും ചെയ്തു. ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടി ഈ 22 വർഷക്കാലം കാത്തുനിൽപ്പുള്ള ഒരു മനുഷ്യൻ അങ്ങ് പാലക്കാട്ടുണ്ടെന്ന് ഓർക്കുമ്പോൾ കേശവന് അഭിമാനം തോന്നി. പ്രണയം അങ്ങനെയാണ്. സത്യമെങ്കിൽ അത് എന്നായാലും കൂടെ വരും. ആ ഒരു മുഹൂർത്തമാണ് ഇനി വരാനുള്ളത്. നീണ്ട വർഷങ്ങൾക്ക് ശേഷം പ്രണയസംഗമത്തിന് ആയൊരു ദിവസം. അഭി അകത്തുനിന്നും പൂട്ടിയിരിക്കുന്ന വാതിൽ ഹർഷൻ വന്ന് തട്ടിക്കൊണ്ടേയിരുന്നു. അവൻ്റെ ദേഷ്യം മുഴുവൻ ആ വാതിലിനോട് അവൻ തീർക്കുന്നുണ്ട്. അഭി വാഷ്റൂമിലുമായിരുന്നു. വാതിൽ തട്ടുന്ന ശബ്ദം കേട്ടാണ് അവൾ വേഗം വാഷ്റൂമിൽ നിന്ന് വന്നത്. നിർത്താതെയുള്ള വാതിലിൻ്റെ കൊട്ടുകേട്ട് അവൾ വേഗം വന്ന് വാതിൽ തുറന്നു. റെഡിയായിക്കോ, ഞാൻ കൊണ്ടുവിടാം. അത്രയും പറഞ്ഞ് അവളെ ഒന്ന് ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് അവൻ അവിടെ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. നാളെ പോയാൽ? വേണ്ട, ഇന്ന് നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം. നീ പറഞ്ഞതുപോലെ ഇനി ഒരിക്കലും കാണാതിരിക്കട്ടെ. തിരിഞ്ഞു നോക്കാതെ പിന്തിരിഞ്ഞു നിന്നുകൊണ്ട് തന്നെ അവൾ പറയുന്നതിനിടയിൽ അവൻ പറഞ്ഞുകൊണ്ട് തൻ്റെ റൂമിലേക്ക് വേഗത്തിൽ പോയി. നിസ്സഹായതയോടെ അവൾക്ക് അവൻ പോകുന്നത് നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. താൻ പറഞ്ഞത് അത്രയും മാത്രം അദ്ദേഹത്തെ വേദനയിൽ ആഴ്ത്തിയോ? അതുകൊണ്ടാണോ ഇന്ന് തന്നെ ഇവിടെ നിന്ന് പോകണമെന്ന് പറയുന്നത്? സ്വയം കുറ്റബോധം തോന്നിപ്പോയി അഭിക്ക്. ഒപ്പം ഇന്നുകൂടി മാത്രമേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ താനുള്ളൂ എന്ന് ഓർക്കുമ്പോൾ അവൾക്ക് വേദനയും തോന്നുന്നു. മരവിച്ച മനസ്സാലെ അവൾ അല്പനേരം അവിടെ തന്നെ നിന്നു. നീ ഇങ്ങനെ കരയാതെ. നിങ്ങളുടെ പ്രണയം സത്യമായത് കൊണ്ടല്ലേ ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒന്നിക്കാൻ കഴിയുന്നത്. രാജേന്ദ്രൻ ജാനകിക്ക് വേണ്ടി കാത്തു നിൽപ്പുണ്ട് എന്നറിഞ്ഞതും പൊട്ടിക്കരച്ചിലോടെ സാവിത്രി നിലത്തേക്ക് വീഴുകയായിരുന്നു. ഞാനൊന്നും അച്ഛൻ. കരച്ചിലിനിടയിലും സാവിത്രി എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നിനും കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയേറെ മനസ്സ് വേദനിക്കുന്നു. തനിക്ക് വേണ്ടി ഇപ്പോഴും അദ്ദേഹം കാത്തു നിൽപ്പുണ്ട് എന്നറിഞ്ഞതിൽ അവൾക്ക് സന്തോഷത്തിലുപരി വേദനയാണ് തോന്നുന്നത്. പല രാത്രികളിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ താൻ പഴി പറഞ്ഞിട്ടുണ്ടെന്ന് അവൾ ഈ നിമിഷം ഓർക്കുന്നു. ഒരിക്കലെങ്കിലും തന്നെ അന്വേഷിച്ചു വന്നുവോ? തന്നോട് കാണിച്ച സ്നേഹം കള്ളമായിരുന്നു എന്നുപോലും സാവിത്രിക്ക് ഇടയ്ക്കൊക്കെ ആലോചിക്കാതിരുന്നില്ല. അല്ലെങ്കിലും ജീവിതം നശിച്ച ഒരുവൾക്ക് അങ്ങനെ ചിന്തിക്കാനല്ലേ കഴിയൂ. വിധി ഇങ്ങനെയായിരിക്കും നിങ്ങളെ ഒരുമിപ്പിക്കുന്നത്. ഞങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ അവനോടൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം ഉറപ്പിച്ചതിന് ശേഷം മാത്രം അവനോട് പറയാമെന്ന് കരുതി. കേശവൻ പറഞ്ഞതും കണ്ണുനീരിലും സാവിത്രി കേശവനെ നോക്കി. ഇന്ന് തന്നെ നമുക്ക് തറവാട്ടിലേക്ക് പുറപ്പെടാം. അവന് സന്തോഷമാകും നിന്നെ കാണുമ്പോൾ. സന്തോഷമല്ല, ഒരു കാത്തിരിപ്പിൻ്റെ അവസാനമല്ലേ. നിനക്ക് വേണ്ടി സ്വന്തം ശരീരം പോലും ഇല്ലാതാക്കുന്നവനാണ് അവൻ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കരകയറിയിട്ട് ദിവസങ്ങളായതേയുള്ളൂ. ഇനിയും അവൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ജാനകിക്കൊരു മകളും ഉണ്ടെന്നറിഞ്ഞാൽ അവൻ്റെ സന്തോഷം എത്രമാത്രം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മോള് വരാതെ? ഞാൻ ഹർഷനെ വിളിച്ചു പറയാം അഭിയെയും കൂട്ടി തറവാട്ടിലേക്ക് വരാൻ. സാവിത്രി അഭിയുടെ കാര്യം പറഞ്ഞതും അപ്പോൾ തന്നെ ചന്തു പറഞ്ഞു. അത്യാവശ്യം വേണ്ടതൊക്കെ എടുക്ക്. ഇപ്പോൾ പുറപ്പെട്ടാൽ വൈകുന്നേരത്തിനുള്ളിൽ തറവാട്ടിലെത്താം. അവിടെ എത്തിയതിനു ശേഷം എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. കേശവൻ ചെറുപുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാവരും അത് ശരിവെക്കുകയായിരുന്നു. കണ്ണുനീരിനിടയിലും സാവിത്രിയും പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തനിക്ക് സ്ഥാനമുണ്ടാകില്ലെന്ന് ഉറപ്പിച്ചവളായിരുന്നു സാവിത്രി. എന്നാൽ ആ ജീവിതത്തിൽ തനിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ എന്നറിഞ്ഞപ്പോൾ മനസ്സിൻ്റെ ഏതോ കോണിൽ താൻ ഒളിപ്പിച്ചു വച്ച പ്രണയം പൂർവാധികം ശക്തിയോടെ പുറത്തേക്ക് വന്നിരുന്നു. ഈയൊരു മുഹൂർത്തത്തിൽ തൻ്റെ മകളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് സാവിത്രി ആശിച്ചു പോകുന്നു.
അകത്ത് ഭാമയും സാവിത്രിയും എല്ലാം എടുത്തു വയ്ക്കുകയാണ്. കാര്യങ്ങൾ അറിഞ്ഞതും മാമയും പാറുമ്മയും അപ്പോൾ തന്നെ സാവിത്രിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അവരും സാവിത്രിയോടൊപ്പം എല്ലാം എടുത്തു വയ്ക്കാനായി കൂടുന്നുണ്ട്. രണ്ടുപേർക്കും നല്ല സന്തോഷവുമുണ്ട്. സാവിത്രിയുടെ ഈ ദുരിത ജീവിതത്തിൽ നിന്ന് അവൾ കരകയറുകയാണല്ലോ. തങ്ങളുടെ അടുത്ത് നിന്ന് അവൾ പോകുന്നതിനുള്ള വിഷമമുണ്ടെങ്കിലും സാവിത്രിയുടെ സന്തോഷമായിരുന്നു ആ രണ്ട് വൃദ്ധ മനസ്സുകൾക്കും വേണ്ടിയിരുന്നത്. എല്ലാവരും എല്ലാം എടുത്തു വയ്ക്കുന്നത് കണ്ടതും കേശവൻ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി. കേശവൻ പുറത്തേക്ക് വന്നതും കാണുന്നത് ഫോൺ ഡയൽ ചെയ്തു ചെവിയോരം വെച്ച് അതുപോലെ കട്ടാക്കുന്ന ചന്തുവിനെയാണ്. എന്താ ചന്തു, ഹർഷനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ചോദിച്ചുകൊണ്ട് കേശവൻ ചന്തുവിൻ്റെ അടുത്തേക്ക് വന്നു. ഹർഷനെ മാത്രമല്ല അർജുനെയും കിട്ടുന്നില്ല. വീണ്ടും ഡയൽ ചെയ്ത് ചെവിയോരം വെച്ചുകൊണ്ട് ചന്തു പറഞ്ഞു. അബിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി, റിങ് ചെയ്യുന്നുണ്ട്, ആരും എടുക്കുന്നില്ല. അവർ ചെന്നൈയിലായിരുന്നു ഉണ്ടായിരുന്നത്. അബിയുടെ നമ്പർ ഞാൻ ട്രേസ് ചെയ്തിരുന്നു. അവിടെ അറിയുന്ന ആരെങ്കിലും വിളിച്ച് അവരെ കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ പോരെ? അങ്ങനെ ഒരു വഴി നോക്കിക്കൂടെ? തൻ്റെ മനസ്സിൽ തോന്നിയത് കേശവൻ ചന്തുവിനോട് പറഞ്ഞു. അത് ഞാൻ ചിന്തിക്കാതിരുന്നില്ല. അതിന് തന്നെയാണ് അർജുനെ വിളിക്കുന്നത്. എനിക്ക് അവരുടെ ഏരിയയിലുള്ളവരെ അത്ര പരിചയമില്ല. പിന്നെ അർജുനോട് കാര്യങ്ങളൊന്നും പറയണ്ട, എല്ലാവർക്കും സസ്പെൻസ് ആയിക്കോട്ടെ. ചെറുപുഞ്ചിരിയോട് ചന്തു പറഞ്ഞതും കേശവനും പുഞ്ചിരിച്ചു. യാത്രയിലുടനീളം ഹർഷൻ മൗനമായിരുന്നു. ഇടയ്ക്കൊക്കെ അഭി നോക്കുന്നുണ്ടെങ്കിലും അവൻ ഗൗരവത്തിൽ ഡ്രൈവിങ്ങിൽ തന്നെ ശ്രദ്ധ കൊടുത്തു. തൻ്റെ അരികിൽ ഇങ്ങനെയൊരുവൾ ഇരിക്കുന്നുണ്ടെന്ന ഭാവം പോലും അവനില്ല. പഴയ ഗൗരവം മുഖംമൂടിയായി അവൻ അണിഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് നീങ്ങുന്നവരം അഭിയിൽ ഹർഷൻ്റെ ഈ അകൽച്ച വേദനപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ചെന്നൈയിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന ഹർഷനല്ല ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ എന്നവൾ മനസ്സിലാക്കുന്നു. ചിലപ്പോൾ തൻ്റെ പ്രവൃത്തിയായിരിക്കാം അവനെ ഇങ്ങനെ മാറ്റിയതും എന്നവൾ ആലോചിക്കാതിരുന്നില്ല. ഉച്ചയോട് അടുത്തതും ഹർഷനോട് സംസാരിക്കാൻ ഇതാണ് പറ്റിയ സമയം എന്ന് കരുതി അവൾ അവനോട് സംസാരിക്കാൻ തുനിഞ്ഞു. എനിക്ക് വിശക്കുന്നു. അവൻ്റെ റിയാക്ഷൻ അറിയാൻ കൂടിയായിരുന്നു വിശപ്പില്ലാതിരുന്നിട്ടും അഭി ചോദിച്ചത്. എന്നാൽ അവൾ പറയേണ്ട താമസം. തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലേക്ക് അവൻ കാർ പാർക്ക് ചെയ്തിരുന്നു. അവളെ ഒന്നും മൈൻഡ് പോലും ചെയ്യാതെ സീറ്റ് ബെൽറ്റ് അഴിച്ചു കാറിൽ നിന്ന് അവൻ ഇറങ്ങി ഹോട്ടലിലേക്ക് നടന്നു. അവൾ ഗ്ലാസ്സിലൂടെ അവനെ നോക്കി. ഹോട്ടലിലേക്ക് അവൻ കയറുന്നത് കണ്ടതും കുറ്റബോധത്തോടെ കാറിൽ നിന്ന് ഇറങ്ങി പെണ്ണ്. ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴോ കഴിക്കുമ്പോഴോ ഒരിക്കൽ പോലും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയില്ല. കഴിച്ചു കഴിഞ്ഞിട്ട് അവളെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു. വേണ്ടാഞ്ഞിട്ടും താൻ പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ നിർത്തിയത് എന്നറിയുന്നവൾ എങ്ങനെയൊക്കെയോ മുന്നിലുള്ള ഭക്ഷണത്തിൽ നിന്ന് അല്പം കഴിച്ചു. ബില്ലും കൊടുത്ത് കാറിൻ്റെ അടുത്തേക്ക് നടന്നു പോകുന്നവനെ കണ്ടതും അവൾ വേഗം അവിടെ നിന്ന് എഴുന്നേറ്റ് കൈ കഴുകി അവന് നേരെ നടന്നു നീങ്ങി. ഹോട്ടലിൽ നിന്നും ഇറങ്ങി വരുന്നവളെ കാറിലിരുന്നുകൊണ്ട് ഹർഷൻ നോക്കി. അവളോട് ഗൗരവം കാട്ടുന്നുണ്ടെങ്കിലും അവളോടുള്ള പ്രണയം ഇപ്പോഴും അവൻ്റെ മനസ്സിൽ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഇനിയും ഇഷ്ടവും പ്രേമവുമായി അവളുടെ പിറകെ പോകുന്നത് ശരിയല്ലെന്ന് അവന് തോന്നിയത് കൊണ്ട് തന്നെയായിരുന്നു ആ പ്രണയം അവൻ തൻ്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നത്. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ തന്നിൽ നിന്ന് ഒരു ഇഷ്ടക്കേടും അഭിക്ക് വേണ്ടെന്ന് അവന് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അവളോടുള്ള ഈ അകൽച്ചയും. ഓരോന്ന് ചിന്തിക്കുന്നതിനോടൊപ്പം പോക്കറ്റിൽ നിന്ന് തൻ്റെ ഫോൺ എടുത്ത് ഓൺ ചെയ്യുകയും ചെയ്തു. ആരും ഡിസ്റ്റർബ് ആകാതിരിക്കാനായിരുന്നു ഫോൺ ഓഫ് ചെയ്തത്. ഇനി അതിൻ്റെ ആവശ്യമില്ലെന്ന് അവന് തോന്നി. എന്നാൽ ഫോൺ ഓൺ ചെയ്യേണ്ട താമസം. ചന്തുവിൻ്റെ കോൾ അവനെ തേടിയെത്തിയിരുന്നു. ഇവനെന്തിനാ എന്നെ വിളിക്കുന്നത്? ചന്തുവിനോട് ചെറിയൊരു നീരസം ഹർഷൻ ഇപ്പോഴുമുണ്ട്. അത് മറ്റൊന്നുമല്ല, അഭിയും അവനും തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന സംശയം ഇപ്പോഴും ഹർഷനിൽ നിൽപ്പുണ്ട്. 1-2 പ്രാവശ്യം റിങ് ചെയ്തിട്ടും ഫോൺ അറ്റൻഡ് ചെയ്തില്ല ഹർഷൻ. അപ്പോഴേക്കും അഭി ഡോർ തുറന്ന് സീറ്റിലേക്ക് വന്നിരുന്നു. വീണ്ടും ചന്തുവിൻ്റെ കോൾ വന്നതും ഇഷ്ടമില്ലായ്മയോടെ ഹർഷൻ അറ്റൻഡ് ചെയ്ത് ചെവിയോരം വെച്ചു. ഹലോ ഹർഷൻ. ഫോൺ അറ്റൻഡ് ചെയ്തതും വെപ്രാളത്തോടെ ചന്തു അവനെ വിളിച്ചു. ആ. വലിയ താല്പര്യമില്ലായ്മയോടെ അവനൊന്നും മൂളി. അപ്പോഴും തൊട്ടരികിൽ ഇരിക്കുന്നവൾ തന്നെ ശ്രദ്ധിക്കുന്നത് ഹർഷൻ കാണുന്നുമുണ്ട്. നിങ്ങൾ ചെന്നൈയിലാണോ? അല്ല. ചന്തു ചോദിച്ചതിന് ഉടനെ ഹർഷൻ മറുപടി നൽകി. പിന്നെ എവിടെയെങ്കിലും ആകട്ടെ, താനെന്തിനാ ഇപ്പോൾ വിളിച്ചത്? അവൻ്റെ ഈ ചോദ്യം പറച്ചിൽ ഹർഷനെ തീരെ പിടിക്കുന്നില്ല. അല്ലെങ്കിലേ ചെക്കൻ കലിയിളകിയിരിക്കുകയാണ്. ഹർഷ, ദേഷ്യപ്പെടാതെ. ഫോണിലൂടെ ഹർഷൻ്റെ ശബ്ദം വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ചന്തുവിന്. താനെന്തിനാ ഇപ്പോൾ വിളിച്ചത്? ഇഷ്ടമില്ലായ്മയോടെ ഹർഷൻ ചോദിച്ചു. നിങ്ങൾ ചെന്നൈയിലാണെങ്കിൽ നാളെ പുറപ്പെടുമ്പോൾ നേരെ തറവാട്ടിലേക്ക് വന്നാൽ മതിയെന്ന് പറയാനാണ്. കാര്യം വേഗം ചന്തു വിശദീകരിച്ചു. ഹർഷൻ്റെ സ്വഭാവം അവനും നല്ലതുപോലെ അറിയുന്നതാണ്. അതുമല്ല, ഇപ്പോൾ എന്തിനാ ഹർഷൻ ദേഷ്യപ്പെടുന്നത് എന്ന ചിന്തയും ചന്തുവിന് വരാതിരുന്നില്ല. തറവാട്ടിലേക്കോ? എന്തിന്? ഞാനിന്ന് ഇവളെ തൃശ്ശൂർ കൊണ്ടുവിടും. പിന്നെന്തിനാ ഇവളെ തറവാട്ടിലേക്ക് കൊണ്ടുവരുന്നത്? ചന്തു പറഞ്ഞതിനോട് തീർത്തും ഇഷ്ടമില്ലായ്മ ഹർഷൻ കാട്ടി. ഒപ്പം താൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നവളെയും അവൻ പാളി നോക്കി.
ചന്തുവിനോട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും അത് അഭിക്കും കൂടി വെച്ചിട്ടുള്ളതാണ് അവൻ. അതൊക്കെ വന്നിട്ട് പറയാം. ഇന്ന് നിങ്ങൾ പുറപ്പെടുന്നുണ്ടെങ്കിൽ നേരെ തറവാട്ടിലേക്ക് വന്നാൽ മതി. ഹർഷന്റെ ന്യായീകരണം ചന്തുവിന് തീരെ പിടിക്കുന്നില്ല. അതുമല്ല, നാളെയെ കോൺട്രാക്ട് അവസാനിക്കൂ. പിന്നെ എന്താ ഇന്നിവർ ചെന്നൈയിൽ നിന്ന് വരാൻ കാരണമെന്ന ചിന്തയും ചന്തുവിനുണ്ടായി. താൻ കാര്യം പറയ്, എന്നിട്ട് ഇവളെ കൊണ്ടുവരണോ വേണ്ടയോ എന്ന് ഞാൻ ആലോചിക്കാം. പറയുന്നതിനോടൊപ്പം അഭിയെ ഒന്ന് നോക്കാനും അവൻ വിട്ടില്ല. പെണ്ണാണെങ്കിൽ ഫോണിലൂടെയുള്ള അവൻ്റെ സംസാരം എന്താണെന്ന് മനസ്സിലാകാതെ സംശയത്തോടെ നോക്കുന്നുമുണ്ട്. അതൊക്കെ വന്നിട്ട് പറയാം. നിങ്ങൾ നേരെ തറവാട്ടിലേക്ക് വാ. പറയുന്നതിനോടൊപ്പം ചന്തു വേഗം ഫോൺ കട്ടാക്കുകയും ചെയ്തു. ഇനിയും സംസാരിച്ചാൽ ശരിയാകില്ലെന്ന് അവന് തോന്നി. എല്ലാവർക്കും ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. അതേസമയം തന്നെ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഇന്ന് എന്തായിരിക്കും അവർ രണ്ടുപേരും ചെന്നൈയിൽ നിന്ന് പുറപ്പെടാൻ കാരണമെന്നാണ്. വീണ്ടും രണ്ടും തമ്മിൽ ഉടക്കിയോ? ഹർഷനെ കിട്ടിയോ? കിട്ടിയ ഫോണും പിടിച്ച് ചിന്തയോടെ നിൽക്കുന്നവൻ്റെ അടുത്തേക്ക് കേശവൻ അവർ തൃശ്ശൂരിലേക്ക് വരുന്നുണ്ടെന്ന്. നാളെയല്ലേ വരുമെന്ന് പറഞ്ഞത്? അകത്തുനിന്ന് സാവിത്രി അങ്ങനെയാണ് പറഞ്ഞത് എന്ന് കേശവൻ ഓർത്തു. അറിയില്ല, ഇന്നവ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ തറവാട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട്. വരുമോ ആവോ? കൈ മലർത്തിക്കൊണ്ട് പറഞ്ഞു ചന്തു കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ദേ അവർ റെഡിയായി. ബാഗൊക്കെ പുറത്തേക്ക് എടുക്കണം. കേശവൻ ചന്തുവിനോട് വിളിച്ചു പറഞ്ഞതും അവൻ തിരിച്ചു വീട്ടിലേക്ക് തന്നെ വന്നു.